ടൗൺ ഹാൾ നവീകരണത്തിൽ 1,97,00,000 രൂപയുടെ കരാർ ടെൻഡർ വിളിക്കാതെ ഒരു കമ്പനിക്ക് നൽകി എന്നുള്ള വളരെ വലിയ ഒരു ഗുരുതരമായ അഴിമതി. ഈ ടെൻഡർ ഇല്ലാതെ ഇപ്പോൾ ഒരു പദ്ധതി മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആക്ഷേപങ്ങൾ നഗരസഭയ്ക്കെതിരെ ഉണ്ടോ? അങ്ങനെ യാതൊരു ആക്ഷേപവും കൊല്ലം നഗരസഭയെ സംബന്ധിച്ചില്ല. സംസാരിക്കുന്ന രേഖ നിങ്ങൾ അത് വായിച്ചു നോക്കൂ. ഞാൻ അതിന് മറുപടി വായിച്ചു നോക്കൂ. ഞാൻ ഉന്നയിക്കുന്നത് വസ്തുതാപരമായ രേഖ വെച്ചിട്ടുള്ള കാര്യമാണ്. ശരി, അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഇദ്ദേഹം BJP-യുടെ പ്രവർത്തകനായി കുറച്ചധികം നാളായി ഇവിടെയുണ്ട്. ഒരു വിജിലൻസ് കേസ് കൊടുത്തിരുന്നെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഒരു വിജിലൻസ് കേസ് കൊടുക്കാൻ എന്തായിരുന്നു തടസ്സം? പിണറായി വിജയന്റെ വിജിലൻസിനെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നീതി വ്യവസ്ഥയെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഭരണഘടനയെ വിശ്വസിക്കാത്തതുപോലെ ഒന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ പറയട്ടെ, പാലക്കാട് തൊട്ട് തുടങ്ങിയ തന്ത്രമാണ്. പാലക്കാട് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇറങ്ങി വന്ന് ചൗക്കുറ്റി കടിക്കുക ചെയ്യുന്നത്, തള്ളുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തന്ത്രം BJP-യുടെ കായികമായി ആക്രമിക്കാവുന്ന തന്ത്ര കയ്യിലിരിക്കുക. പ്രതിരോധിക്കാനും അറിയാം. പൊതുപ്രവർത്തകർ ടൗൺ ഹാള് വളരെ മനോഹരമായ വിധത്തിൽ ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്, നിങ്ങൾക്കത് നിയമപരമായി നേരിടാം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഞങ്ങൾക്കൊന്നിനെയും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയമുള്ള കാര്യമല്ല. ഇവിടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഉണ്ട് കൊല്ലത്ത്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നിങ്ങൾ ഒന്ന് എടുത്ത് വെച്ച് വായിച്ചു നോക്കണം, ഓൺലൈനിൽ കിട്ടുന്നതാണ്. കേരളത്തിലെ വിജിലൻസ് ഒരു അഴിമതി അന്വേഷിച്ച, പ്രത്യേകിച്ച് LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ അഴിമതി അന്വേഷിച്ച് എവിടെ എത്തുമെന്ന് അറിയാം. ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വായിച്ചാൽ തീരത്തില്ല. കഴിഞ്ഞ മീറ്റിങ്ങിൽ, നമ്മളെല്ലാ മീറ്റിങ്ങിലും സംസാരിക്കുന്ന പുള്ളിക്കട കോളനിയെ പറ്റി പറയുമ്പോഴത്തേന് ഇവിടെ പറയും നേരെ അങ്ങ് MPയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 12/5/2017 നടന്ന MP-യുടെ അധ്യക്ഷതയിൽ MLA ഉണ്ട്, കോർപ്പറേഷൻ മേയറുണ്ട്. ആ മേയറുടെ പേര്, പങ്കെടുത്ത മേയറുടെ പേര് ഹണി ബെഞ്ചമിൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തലത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി, റെയിൽവേ ജനറൽ മാനേജർ എന്നിവരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ച് 7 മാസം കഴിഞ്ഞു. ഇപ്പോഴും പറയും MP. എന്നിട്ട് എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചാൽ, ഇതിനകത്തെ 4 ഏക്കർ സ്ഥലം, 1.5 ഏക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് ടവർ തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഒഴിച്ചാൽ വരുന്ന 3 ഏക്കർ സ്ഥലത്തിന് പൈസ ആരടയ്ക്കണം? കോർപ്പറേഷൻ അടയ്ക്കണം. ആ വസ്തു വാങ്ങിക്കൊടുക്കാനുള്ള പ്രാഥമിക ബാധ്യത പോലും ചെയ്യാതെ ഈ 5-ാം മാസം നടന്ന മീറ്റിങ്ങിന് പിന്നീട് മുഖ്യമന്ത്രി തലത്തിൽ ഒരു മീറ്റിംഗ് നടത്താതെ ഓടെ ഇങ്ങോട്ട് വന്ന് പറയും MP. എവിടെ MP ചെയ്യേണ്ടത്? ആ മീറ്റിംഗ് മിനിറ്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം അത് നൽകുന്നതിനകത്ത് ആരാണ് ഇടപെടേണ്ടത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ മേയറോ MLA ആണോ? ഈ പൈസ അടയ്ക്കേണ്ടത് MP. ഒരു MPക്ക് ഒരു വർഷം എത്ര കോടി രൂപ? 5 കോടി രൂപ പ്രാദേശിക 3 ഏക്കർ സ്ഥലത്തിന്റെ പൈസ അടയ്ക്കേണ്ടത് കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്നില്ല, കളഞ്ഞിട്ട് പോകണം. അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്തുള്ള 5 വർഷം കൂടെ കൂട്ടിയിട്ട് സ്വന്തം അഴിമതിക്കെതിരെ ജാഥ നടത്തിയെന്ന് വ്യാഖ്യാനം വരുന്ന വിധത്തിൽ ജാഥ നടത്തിയ ഈ 1,97,00,000 രൂപയ്ക്ക് ടെൻഡർ കൊടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ, അതായത് കൊല്ലം ടെൻഡർ വിളിച്ചിട്ടാണോ? അല്ല, നിയമപരമായ നടപടി കൈകൾ ശുദ്ധമാണ് എന്ന് ഇടതുമുന്നണി വിശദീകരിക്കുകയാണല്ലോ. അല്ല, നിയമപരമായി നടപടി സ്വീകരിക്കാമല്ലോ. കൊല്ലം ഫെസ്റ്റിന്റെ ഓഡിറ്റിംഗിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്തുവാ? നിങ്ങളൊരു കുതിരയെ കൊണ്ടുവന്നു. എങ്ങനെ നിങ്ങൾ കുതിരയെ കൊണ്ടുവന്നത്? ഒരു ബൈക്കിന്റെ പുറകിൽ കുതിരയെ കൊണ്ടുവന്നത് ഓഡിറ്റ് റിപ്പോർട്ടുള്ള നാടായത്. ഈ ടൗൺ ഹാള് ചിന്ത സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ടൗൺ ഹാള്, അല്ല ചിന്ത, അത് തെറ്റാണോ? വിജിലൻസ് അന്വേഷിക്കുന്നു. എല്ലാ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു. പച്ചക്കള്ളമാണ്. ഒറ്റ ആക്രമിക്കണ്ട.